ഈ അടുത്ത കാലത്തായിട്ട് എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തായിട്ടല്ല, ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ബിഗ് ബോസ് അനാലിസിസ് വീഡിയോസിൻ്റെ താഴെ നമ്മൾ ഈ സീരീസ് തുടങ്ങിയതിന് ശേഷം ഈ അടുത്ത കാലത്തായി ഒരു പ്രത്യേകതരം കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളായി പലതരത്തിലാണ് പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ഇങ്ങനെയാണ്: ബ്രോ, ഞാൻ നിങ്ങളെ ഇത്ര വർഷമായി ഫോളോ ചെയ്ത് വരികയായിരുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ, പഴയ ഏതെങ്കിലും ഒരു വീഡിയോനെ കുറിച്ച് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്ര വർഷമായി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇത്രയും കാലമായി നിങ്ങളെ ഫോളോ ചെയ്ത് വരികയായിരുന്നു, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ വീഡിയോയോടുകൂടി അല്ലെങ്കിൽ ഇന്ന ആളെക്കുറിച്ച് നിങ്ങൾ തെറ്റായി പറഞ്ഞതോടുകൂടി ഞാൻ നിങ്ങളെ വെറുത്തു പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജിൻ്റെ തുടക്കം ഉണ്ടാവുക. ഈ യൂട്യൂബിനൊരു പ്രത്യേകതയുണ്ട്. അതായത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിപ്പോൾ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ പോലെ കാണിക്കില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പെർട്ടിക്കുലർ ചാനലിൽ നിങ്ങൾ എത്ര കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾ എത്ര കാലമായി യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതും മാത്രമല്ല, ഈ യൂട്യൂബേഴ്സിന് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു പരിപാടി നമ്മുടെ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരാൾ ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ പേര് അടിച്ചു കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും എന്ന് മുതലാണ് ഇവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വളരെ കുറച്ച് കാലം മുമ്പ് മാത്രം ഉണ്ടാക്കിയ ഒരു ഐഡി നമ്മുടെ ചാനലിൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത, ആകെപ്പാടെ ഒരു കമൻറ്റ് മാത്രം ഇട്ടിട്ടുള്ള ആളാണ് വന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ കുറേ കാലമായി ഫോളോ ചെയ്യായിരുന്നു, നിങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതോടുകൂടി ഞാൻ നിങ്ങളെ വെറുത്തു പോയിന്ന്. എൻ്റെ പ്രിയപ്പെട്ട PR-കാരെ, നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് യൂട്യൂബിന് ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ വാട്സപ്പിൽ വരുന്ന ഫോർവേഡുകളൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച് കമൻറ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെയുള്ള 1-2 സെൻറ്റൻസുകളൊന്ന് ഒഴിവാക്കി നോക്ക്. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പമാണ്. ഡിലീറ്റ് ചെയ്യുക, ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇങ്ങനെയുള്ള കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പോകുമ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ. ഹലോ, ഹായ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 83ാമത്തെ ദിവസം ലാലേട്ടൻ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ ആദ്യത്തേത്. കഴിഞ്ഞു പോകുന്ന ആഴ്ചയിലെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ലാലേട്ടൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഫുൾ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ ആ 2 വിഷയങ്ങളിലും വില്ലൻ സ്ഥാനത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ കാണുന്നത് നെവിനെയാണ്. പക്ഷേ നമ്മൾ ആ 2 സംഭവങ്ങളുടെയും അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ നെവിൻ മാത്രമല്ല അവിടെ വില്ലൻ. അവിടെ തെറ്റും ശരിയുമില്ല, വലിയ തെറ്റും ചെറിയ തെറ്റും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് നെവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും നെവിൻ തിരുത്തപ്പെടണമെന്നും നെവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. തീർച്ചയായും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പല ആളുകൾക്കും പല പെർസ്പെക്റ്റീവ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ലാലേട്ടൻ അഥവാ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ അതിനെ ഡീൽ ചെയ്യാം എന്നായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. കാരണം നെവിൻ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എന്ന വിധേന 2 സംഭവങ്ങളുടെയും വീഡിയോ ക്ലിപ്പുകൾ ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ 2 വീഡിയോ ക്ലിപ്പുകളിലും നെവിൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു അവതരണം തന്നെയായിരുന്നു. കാരണം എവിടെ നിന്നാണ് ഈ സംഭവങ്ങളുടെ തുടക്കം, എങ്ങനെയാണത് മുന്നോട്ട് പോയത് എന്നുള്ളത് കൃത്യമായി കാണിക്കുകയും കൃത്യമായ ആളുകൾക്ക് അവരവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തു. ഈ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അനുമോൾക്ക് മുകളിലേക്ക് നോക്കി ഇരിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. സാധാരണ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ എന്തെങ്കിലും പറയും, അനുമോൾ പിണങ്ങും, എന്നിട്ട് മുകളിലേക്ക് നോക്കിയിരിക്കും. പക്ഷേ ഇന്ന് അനുമോൾ വളരെ 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 ഹാപ്പി ആയിരുന്നു. ചിരിച്ച് കളിച്ച് ജോളിയായിട്ട്. അത് അനുമോൾ മാത്രമല്ല, ആദിലയും നൂറയും ഒക്കെ വളരെ ഹാപ്പി ആയിരുന്നു. ലാലേട്ടൻ ഡീൽ ചെയ്തിട്ടുള്ള 2 വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഷാനവാസിന് ഉണ്ടായ ബുദ്ധിമുട്ടായിരുന്നു, ശാരീരിക അസ്വാസ്ഥ്യമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇവർ ഈ ചിരികളികളിലൂടെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അനീഷ് മാത്രമാണ് ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ ലാലേട്ടൻ നെവിനെ എണീപ്പിച്ച് നിർത്തിയിട്ട് എന്താണ് നെവിൻ്റെ പ്രശ്നം, നെവിന് മാത്രം എന്താണ് പ്രത്യേകത, എന്തൊക്കെയാണ് നെവിൻ ചെയ്തത് എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ്. പിന്നീട് ഒരുപാട് വട്ടം നെവിനെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. ഈ എപ്പിസോഡിൽ ഉടനീളം നെവിനെ തന്നെയാണ് എണീപ്പിച്ച് നിർത്തുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത്. പിന്നെ അനുമോൾ എടുത്തിടുന്ന ഒരു കാര്യമുണ്ട്, നെവിന് പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് പല കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോൾ പുറത്ത് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നതിൻ്റെ ഭാഗമായി അവൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്നാണ്. അപ്പോൾ ലാലേട്ടൻ വളരെ ശക്തമായി തന്നെ നെവിന് കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഏറ്റവും വലിയ ആളായിട്ട്, ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളായിട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. നെവിൻ്റെ സംസാരത്തിൽ ഉടനീളം ശ്രദ്ധിച്ച എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം ആദ്യമേ പറയാം. നെവിൻ അപ്പോളജൈസ് ചെയ്തു. നെവിൻ, എൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് ലാലേട്ട, ഞാൻ കുറച്ച് അഗ്രസീവ് ആയിരുന്നു, പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നുള്ള രീതിയിൽ അപ്പോളജൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആര്യനെയും അക്ബറേയും എടുത്ത് നോക്കുമ്പോഴും ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും അപ്പോളജൈസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവരിരുവരും, അവർ 3 പേരും അപ്പോളജൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആദില, നൂറ, അനുമോൾ ആ സഖ്യത്തിന് ഒരു വിഷയത്തിലും മാപ്പ് പറയാനില്ല.
അവർ ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ വിഷയത്തിലേക്ക് ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ലാലേട്ടൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നെവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, നെവിൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് എടുത്തെടുത്ത് ചോദിച്ചിട്ടും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അന്ന് എന്താണോ സംഭവിച്ചത് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയായിരുന്നു. ഷാനവാസിന് നെഞ്ചുവേദന തോന്നി അയാൾ അവിടെ വീണതിന് ശേഷം 8 മുതൽ 9 മിനിറ്റ് വരെ സമയമെടുത്തു അയാളെ കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കാൻ എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് 4 തവണയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അയാളെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവരൂ എന്നുള്ളത്. അവിടെ അനീഷ് മാത്രമാണ് ഷാനവാസെ പോകാം, എണീക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം, സമയം കളയാനില്ല എന്നുള്ള കാര്യം പറഞ്ഞതെന്നുള്ളത് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. ആൻഡ് ആ വീഡിയോ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും വീഡിയോ ക്ലിപ്പ് കാണുമ്പോഴും നെവിനാണ് പ്രതി, അക്ബർ മാത്രമാണ് ഇവിടെ പ്രതി, അവന്മാരാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് എന്ന മുൻവിധിയില്ലാതെ നമ്മൾ ആ പ്രശ്നം നടന്നതിന് ശേഷമുള്ള വീഡിയോ ക്ലിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പാലിൻ്റെ, അതും കുറച്ച് പാല് മാത്രമുള്ള ഒരു പാലിൻ്റെ കവർ എറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ നെഞ്ചുവേദന വന്ന് വീഴേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു കോമൺ സെൻസിലുള്ളതാണ്. സാബുമാൻ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നായിരുന്നു. അങ്ങനെ അയാൾക്ക് നെഞ്ചുവേദന വരണം എന്ന് കരുതി ഇവർ എറിഞ്ഞതൊന്നുമല്ല, ഇവരും ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്ന് സാബുമാൻ പറയുന്നുണ്ട്. അതെന്തൊരു പക്വമായിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും അങ്ങനെ ഒരു പാല് കവർ എറിഞ്ഞപ്പോഴേക്കും ഷാനവാസ് വീഴുന്നു. സ്വാഭാവികമായും അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ അതൊക്കെ ആക്ടിംഗ് ആണ് എന്ന് ചിന്തിച്ചേക്കാം. അതൊരു ഒരു വഴക്കിനിടയിൽ ഒരു ഹ്യൂമൻ റെസ്പോൺസ് മാത്രമാണ്. പക്ഷേ അയാൾ സീരിയസ് ആണ് എന്ന് മനസ്സിലാവുന്ന മൊമെൻറ്റിൽ ഇവർ 3 പേരും ഷാനവാസിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അനുമോള് തൊടണ്ട പോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതും അതുപോലെ ആദിലയും നൂറയും ഒക്കെ ഇയാളുടെ അടുത്തേക്ക് വരുന്നതിനെ വിലക്കുന്നതും ഒക്കെ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ആ വീഡിയോ ക്ലിപ്പിൽ കാണുന്നുണ്ട്. ഷാനവാസ് ഇപ്പം എണീക്കാം, പയ്യെ എണീക്കാം, വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പൊക്കാഞ്ഞതല്ല, ഷാനവാസ് ഇങ്ങനെ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ അനുമോൾ അവതരിപ്പിക്കുന്നുണ്ട്. ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും പറയുന്നത് ഞങ്ങളങ്ങനെ ശരിക്കും വിചാരിച്ചു പോയി ലാലേട്ടാ, പക്ഷേ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ മൊമെൻറ്റിൽ തന്നെ അയാളെ ഏറ്റവും ആത്മാർത്ഥമായി ഉയർത്തി കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ ബാക്കിയുള്ളവരാണ് തടസ്സം നിന്നത് എന്നുള്ളതാണ്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് രണ്ടാമത് കാണുന്ന സമയത്തും അതിൽ ഈ ചില ഡയലോഗുകളൊക്കെ വരുന്ന സമയത്ത് അനുമോളുടെ എക്സ്പ്രഷനൊക്കെ ഭയങ്കര രസമാണ്. അയ്യോ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുമ്പോഴും അക്ബറും ആര്യനും നെവിനും ഒക്കെ പല കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്ന സമയത്തൊക്കെ അനുമോളുടെയും ആദില നൂറമാരുടെയൊക്കെ എക്സ്പ്രഷൻ ഇതൊന്നും അല്ല ശരി, നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്ന് പറയുന്ന പോലത്തെ എക്സ്പ്രഷനുകളായിരുന്നു. എന്തായാലും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളിപ്പോൾ ആരുടെയും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയാം അല്ലെങ്കിൽ പോലും, ഷാനവാസിന് നെഞ്ചുവേദന വന്നതിന് ശേഷം അയാൾക്ക് ഹെൽത്ത് കെയർ ലഭ്യമാക്കാൻ കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ വേണ്ടി 8 മുതൽ 9 മിനിറ്റ് വരെ സമയം വൈകി എന്നുള്ളതാണ്. ആ വിഷയത്തിൽ ഇവർ 3 പേരും മാപ്പ് പറഞ്ഞതുപോലെ ആദിലയും നൂറയും അനുമോളും മാപ്പ് പറയേണ്ടതാണ്. അവരതിന് ഒരു എഫേർട്ടും ഇട്ടില്ല. എഫേർട്ട് ഇട്ട് വന്ന ആൾക്കാരെ തടയുകയും ചെയ്തു. ആ സമയത്തും വഴക്കിട്ട് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുക എന്നുള്ള കാര്യം തന്നെയാണ് അവരവിടെ ചെയ്തിട്ടുള്ളത്. അതിന് അവർ 3 പേരും അപ്പോളജൈസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഇക്ക, ഞങ്ങളുടെ ഷാനവാസ്ക, എൻ്റെ ഉപ്പാനെ പോലെ ഞാൻ കാണുന്ന ആൾ എന്നൊക്കെയുള്ള ഡയലോഗുകൾ പറഞ്ഞതിന് ശേഷവും ഇവർക്ക് 3 പേർക്കും അദ്ദേഹത്തിന് ഹെൽത്ത് കെയർ ലഭ്യമാക്കാൻ സമയം വൈകിയതിനെക്കുറിച്ച് അപ്പോളജൈസ് ചെയ്യാൻ തോന്നുന്നില്ല. ആരും ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൊല്ലാൻ നോക്കി എന്ന് പറയുന്ന ആരോപണമാണ് ഇവർ 3 പേരും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് അങ്ങനെയുള്ള വാക്കുകൾ, അതൊക്കെ ഒരു വലിയ വാക്കാണ്, അതെങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർ 3 പേരും ആ സിറ്റുവേഷനെ നമുക്ക് വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ നോക്കി എന്ന് പറയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വോട്ട് നമുക്ക് വേണം, ആ ഇമോഷൻ വെച്ച് മറ്റവരെ മാക്സിമം നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്ന ആ ആക്ട് അവർ ചെയ്തതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ എപ്പിസോഡ് അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെവിൻ വെള്ളമൊഴിച്ച ആ സിറ്റുവേഷനും അത് തുടങ്ങി വെക്കുന്നത് അനുമോളുടെ അഹങ്കാരത്തിൽ നിന്നാണ് എന്നുള്ളതും നമുക്ക് അവിടെ കാണാൻ പറ്റും. കുരയ്ക്കാതെ പോടാ എന്നൊക്കെ ഒരാളോട് പറയുന്നത് നീ ഒരു പട്ടിയാണ്, അല്ലെങ്കിൽ പോടാ പട്ടി എന്ന് വിളിച്ചിട്ട് ബാക്കി സംസാരിക്കുന്നത് പോലെയാണ്. അത് വളരെ മോശമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആൻഡ് മുഖത്ത് വെള്ളം തളിക്കുകയാണ് ചെയ്തത്, കോരി ഒഴിക്കുകയൊന്നുമല്ല. പക്ഷേ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ തന്നെയാണ്. ഇവിടെ അനുമോളുടെ ഒരു കടുത്ത വാശി നമുക്ക് കാണാൻ പറ്റും തുടക്കത്തിൽ. ഇതേപോലെ തന്നെയാണ് ഷാനവാസിൻ്റെ വിഷയത്തിലും. അയാൾ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അതുവരെയുള്ള സിറ്റുവേഷൻസിൻ്റെ തുടക്കം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, രാവിലെ തലേന്ന് രാത്രി വെസൽ ടീം കഴുകി വെച്ചിട്ടുള്ള പാത്രത്തിൽ വേസ്റ്റ് ഉണ്ടെന്നും അത് നന്നായി കഴുകണമെന്നും അക്ബർ പറയുന്നു. അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് അനുമോളാണ് തലേ ദിവസം വാഷ് ചെയ്തത്, അതിൽ തെറ്റുകളുണ്ട്. അത് അനുമോൾ തന്നെ പറയുന്നുണ്ട്, ലൈറ്റൊക്കെ കുറവായിരിക്കും ലാലേട്ട, അപ്പോൾ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തുന്നേ, അല്ലാതെ അവിടെ നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അനുമോൾ പറഞ്ഞു ഷാനവാസിൻ്റെ ഡ്യൂട്ടിയാണ് രാവിലെ പാത്രം കഴുകാമെന്ന്. ഷാനവാസിൻ്റെ അടുത്ത് പാത്രം നിങ്ങൾ കഴുകണ്ട എന്ന് പറയുന്ന അനുമോളെയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ ഏറ്റവും അധികം വാശി പിടിച്ച് നിൽക്കുന്നത് അനുമോളാണ്. ജസ്റ്റ് അതൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ, അത് വെസൽ ടീമിൻ്റെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്ത ഡ്യൂട്ടി അവർ വൃത്തിക്ക് ചെയ്തിട്ടില്ല, സോ അത് ക്ലീൻ ആക്കി കൊടുക്കുക, ഈസി
സിമ്പിൾ. ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ കിച്ചൺ ടീമിലുള്ള 3 ക്യാപ്റ്റന്മാരെയും എങ്ങനെയും ബുദ്ധിമുട്ടിച്ചേ പറ്റൂ എന്ന് പറയുന്ന വാശി പുറത്ത്. അവർക്ക് വാശി പിടിക്കാം. അവർ കിച്ചൺ ടീമാണ്, കിച്ചൺ ടീമിന് വെസൽ ടീമാണ് പാത്രം വൃത്തിയാക്കി കൊടുക്കേണ്ടത്. പക്ഷേ അനുമോൾ അവിടെ സ്റ്റബോണായിട്ട് നിന്നു. അനുമോളുടെ വാശിയിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെയും ആരംഭിക്കുന്നത്. ഷാനവാസ് അനുമോളെ ചോദ്യം ചെയ്യുന്നതിന് പകരം കിച്ചൺ ക്യാപ്റ്റന്മാരുടെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്യാനാണ് ശ്രമിച്ചത്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ പരിഗണിക്കാതെ കുറച്ചുകൂടി ബലം പിടിക്കാൻ പോയി. അപ്പോൾ അക്ബറിൻ്റെ വാശി കൊണ്ട് മാത്രമാണ് ഷാനവാസ്ക്ക് ഈ അവസ്ഥയിലായത് എന്ന് അനുമോൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് അക്ബറിൻ്റെ വാശി കൊണ്ടല്ല, അനുമോളുടെ വാശി കൊണ്ട് മാത്രം. അതായത് വാശിയാണ് നമ്മളിവിടുത്തെ വില്ലനായി കാണുന്നതെങ്കിൽ അത് അനുമോളുടെ വാശി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ വാശി മാത്രമല്ല, കുറേ നാളുകളായിട്ടുള്ള കെയർലെസ് ആയിട്ടുള്ള സ്വന്തം ഹെൽത്ത് നോക്കുന്ന ഷാനവാസ് തന്നെയാണ് അതിലൊരു പ്രധാന കാരണം. അത്തരം ആരോഗ്യാവസ്ഥയിലുള്ള ഒരാളെ ഇത്രയും നാൾ തുടരാൻ അനുവദിച്ച ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളൊരു വീഴ്ചയും അവിടെ ഒരു വില്ലനാണ്. ഇതൊക്കെ കഴിയുമ്പോഴാണ് ഈ വാശിയുടെ എലമെൻറ്റ് വരുന്നത്. അതിനുശേഷം നെവിൻ പോലും ഈ ലാലേട്ടൻ ഏറ്റവും ആദ്യം ഇതിൽ കുറ്റക്കാരനായി പറയുന്നത് നെവിനെയാണെങ്കിലും ഒരുപാട് ചെയിൻ ഓഫ് ശ്രദ്ധയില്ലായ്മകളുടെ എൻഡിലാണ് നെവിൻ ഒരു അടിയടിച്ചത്. അങ്ങനെ ആ ചെയിൻ പൊട്ടുന്ന സമയത്ത് എല്ലാം കൂടി നെവിൻ്റെ തലയിൽ വെക്കുന്നത് അതത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവ്, നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. പക്ഷേ ഓരോ വട്ടവും ലാലേട്ടൻ ഈ നെവിൻ്റെ മിസ്റ്റേക്ക് കാണിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിഷ്വൽ കാണിക്കുമ്പോൾ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്വൽ കാണിക്കുന്നത്. അത് കാണുന്ന കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവും ഈ പ്രശ്നങ്ങൾ എവിടുന്നാണ് തുടങ്ങുന്നതെന്ന്. പിന്നെ ലാലേട്ടൻ അവരോട് ചക്രവ്യൂഹം എന്താണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ടാസ്കുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ചക്രവ്യൂഹം എന്താണ് എന്നുള്ളത് അവിടെ ആർക്കും അറിയില്ല. അതിലേറ്റവും രസകരമായ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കുലസ്ത്രീയാണ്, അച്ഛനമ്മയെ പഠിപ്പിച്ചു കൊടുത്തത്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മുടെ അനുമോൾ, അതായത് ഈ ദൈവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ശപിക്കാനും ഒക്കെ വേണ്ടി എഫേർട്ട് ഇടുന്ന അനുമോൾക്ക് ചക്രവ്യൂഹം എന്താണെന്ന് അറിയില്ല. മഹാഭാരത യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചക്രവ്യൂഹം എന്ന് പറയുന്നത്. മാത്രമല്ല മഹാഭാരതം സീരിയലെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചൊരു മിനിമം ധാരണയുണ്ടാവും. പക്ഷേ അനുമോൾക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ടു ഗൈസ്. അനുമോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് വാശിയൊന്നുമില്ല. പക്ഷേ ഈ ചക്രവ്യൂഹം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സുദർശന ചക്രം ആണ് അനുമോൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അനുമോൾ മാത്രമല്ല പല ആളുകളും അതിനെ ഒരു ചക്രം എന്നുള്ള രീതിയിലാണ് നോക്കി കാണുന്നത്. പക്ഷേ അനുമോൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്, ഒരു ഭക്ത കുലസ്ത്രീ ഇമേജ് ഉണ്ട്. രാവിലെ എണീറ്റ് മറ്റേ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന അനുമോൾ, അവർക്ക് ഈ സുദർശന ചക്രവും ചക്രവ്യൂഹവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഓവറല്ലേ? ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുമോൾക്ക് വിവരവും വിവരമില്ലായ്മയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമായിപ്പോയി എന്നേ ഉള്ളൂ. എന്തായാലും ലാലേട്ടൻ ചക്രവ്യൂഹം എന്താണെന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. മഹാഭാരത യുദ്ധ സമയത്ത് അത് യുദ്ധത്തിൻ്റെ ഒരു ഫോർമേഷനാണ്. അത് ഭേദിച്ച് അകത്ത് കയറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഭേദിച്ചുകൊണ്ട് അഭിമന്യുവാണ്, ചക്രവ്യൂഹം ഭേദിച്ച് അഭിമന്യു അതിനകത്ത് കയറി. പക്ഷേ അവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി പുള്ളിക്ക് അറിയില്ലായിരുന്നു. ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അർജുനൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ കാര്യം പറയുന്ന സമയത്ത് വയറ്റിൽ കിടന്നാണ് അഭിമന്യു ഇത് കേട്ടതെന്നൊക്കെയാണ്. പക്ഷേ അകത്തേക്ക് കയറാൻ മാത്രമേ ഇയാൾക്ക് പറ്റുള്ളൂ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അയാൾ അവിടെ വെച്ച് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയാമെന്ന് അതൊരു പ്രയോഗം തന്നെയാണ്. അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, നമ്മളവിടെ സ്റ്റക്കായി പോകുമെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അത്രയും ടാലൻറ്റ് വേണമെന്നുള്ളത്. ഈ കാര്യം പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ നെവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നെവിൻ ഇപ്പോൾ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാമെന്നാണ്. ലാലേട്ടൻ നീ ഇവിടുന്ന് എവിക്റ്റായി പോയില്ലെങ്കിൽ നിനക്കുള്ള പണി ഞാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ കാര്യം പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ ടോക്കിന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്നതിന് നിങ്ങൾ ഡയറക്റ്റായിട്ട് മാത്രം കേട്ടാൽ പോരാ, അതിൻ്റെ അകത്തുള്ള അർത്ഥങ്ങളും കൂടി ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നെവിനിപ്പോൾ അവിടെയുള്ള ഇതൊരു യുദ്ധക്കളമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഗ്രൂപ്പായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ ഒരു ചക്രവ്യൂഹത്തിനകത്താണ് നെവിൻ ഉള്ളത്. നെവിൻ കൺഫ്യൂസ്ഡ് ആണ്. നെവിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഷാനവാസ് സാധാരണ അയാളോട് അഗ്രസീവായി ബിഹേവ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്തു, നെവിനും തിരിച്ച് ബിഹേവ് ചെയ്തു. പക്ഷേ പെട്ടെന്ന് അയാൾ ബോധം കെട്ട് വീണു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അയാൾ പറയുകയാണ് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടാണ്, ഇനി ബിഗ് ബോസും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ഇത് കുറ്റം ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ തൻ്റെ ഭാഗത്ത് അത്ര തെറ്റില്ലല്ലോ എന്ന് പറയുന്ന ഒരു ധാരണ അയാളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ അയാൾ മെൻ്റലി പിന്നെ ഫിസിക്കലി അയാൾ ആ ബിഗ് ബോസ് ഹൗസിനകത്താണല്ലോ. അങ്ങനെ മെൻ്റലി ഫിസിക്കലി അയാളൊരു ചക്രവ്യൂഹത്തിനകത്താണ്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളത് അയാളുടെ ഉള്ളിലൊരു പ്രഹേളികയായിട്ടിരിക്കുകയായിരിക്കും. ഞാൻ പറഞ്ഞുതരാം എന്നാണ് ലാലേട്ടൻ പറയുന്നത്, ആ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴി. സോ നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നെവിന് കൊടുക്കുന്ന കുറേ ഡയലോഗുകൾ എന്തായാലും പറയും. അതിനകത്ത് നെവിനുള്ളൊരു ക്ലൂ ഉണ്ടാവും, നെവിനുള്ള ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴി ഉണ്ടാവും. ഇത് കാണുമ്പോൾ ലാലേട്ടനും ബിഗ് ബോസും നെവിൻ്റെ അടുത്ത് ഫേവറിറ്റിസം കാണിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കേണ്ടത് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ്സിൽ വന്ന് ആരെയൊക്കെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ആ എപ്പിസോഡിൽ തന്നെ എങ്ങനെയാണ് ഈ
പ്രശ്നത്തിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഇമേജ് ബ്രേക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രാക്ക് നിങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതും ഡയറക്റ്റ് അല്ലാതെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ആരും അത് മനസ്സിലാക്കിയിട്ടില്ല, ഇൻക്ലൂഡിങ് അനുമോൾ. ഒരു എപ്പിസോഡിൽ മുഴുവൻ ആകാശത്തേക്ക് നോക്കിയിരിക്കും, അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ പറയുന്നൊന്നും ശ്രദ്ധിക്കില്ല. അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം ഇതാണ് അനുമോളെ എന്ന് ലാലേട്ടൻ പല രീതിയിൽ അവതരിപ്പിക്കും. അനുമോൾ കേൾക്കില്ല. അനുമോൾ മാത്രമല്ല, ആരും അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ നെവിനെങ്കിലും അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം നെവിൻ ഇത്രയും വഴക്ക് കേൾക്കുന്ന സമയത്ത് അത് ആവശ്യമായിരുന്നു. ഒന്നാമത്തെ കാര്യം, അയാളുടെ അഗ്രസീവ് ബിഹേവിയറിൽ ഒരു ചെറിയ കുറവ് വരേണ്ടതാണ്. കാരണം പുള്ളി കാണിക്കുന്ന ഒരു ഹ്യൂമർ എലമെൻറ്റ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വിമർശിച്ച് പോവുക എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് അയാൾ ഒരു പടി കൂടി മുകളിലേക്ക് അഗ്രസീവ് ആയിട്ടുണ്ട്. അതൊന്ന് കുറയ്ക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നത് നെവിൻ്റെ സൈഡിൽ മാത്രമല്ല മിസ്റ്റേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മിസ്റ്റേക്കുകളും എടുത്തു വെച്ചാൽ തെറ്റുകളും തമ്മിലുള്ള കമ്പാരിസനാണ്. അവിടെ ആരും ശരിയെന്നൊന്നും പറയാനില്ല. സോ നെവിൻ്റെ ആ ഒരു അഗ്രസീവ് ബിഹേവിയറിൽ ഒരു കുറവ് വരുത്തിക്കൊണ്ട് അയാളിലെ എൻ്റർടൈൻമെൻറ്റിന് അല്ലെങ്കിൽ എൻ്റർടൈനറിന് കുറച്ചും കൂടി പ്രാധാന്യം വരുന്ന രീതിയിൽ അയാൾ മാറേണ്ടതുണ്ട്. 2, നെവിൻ്റെ ഗെയിം ഡൗൺ ആകാതിരിക്കണം. ലാലേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് ഒരു കുറ്റബോധം തോന്നുകയും അയാളുടെ ഗെയിം ഒന്ന് ഡൗൺ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ അയാളുടെ ഗെയിം ഡൗൺ ആകാതിരിക്കണം. അതിന് ലാലേട്ടൻ ഇനി കൊടുക്കാൻ പോകുന്ന ക്ലൂ നെവിൻ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ലാലേട്ടൻ ഇങ്ങനെ ചോദ്യങ്ങളും അതുപോലെ തന്നെ ശകാരങ്ങളും ചെയ്യുന്നതിനിടയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്ന സമയത്തൊക്കെ നെവിൻ പല രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അനുമോളെ ക്യാരക്ടർ അസാസിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ പല ആളുകളെയും ചെയ്യുന്നത് പോലെ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സെൻറ്റൻസ് അയാൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അനുമോളുടെ വിഷയത്തിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് ആക്ച്വലി അനുമോളുടെ ഒരു ക്യാരക്ടറിലുള്ള കാര്യത്തിനെ അയാൾ വളരെ രസകരമായി അവിടെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഷാനവാസിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദില നെവിനെ ഒരുപാട് കുറ്റപ്പെടുത്തി കഴിയുമ്പോഴാണ് നെവിൻ അത് പറയുന്നത്. ലാലേട്ടാ, ഞാൻ ഇനി ഇതിവിടെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാനവാസ്ക്ക് അവിടെ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ നീക്കി എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് ആദിലെ നൂറയൊക്കെ ഇവിടെ ഓടിത്തൊട്ട് കളിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എനിക്കത് പിക്ചറൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പോലും ആ സീൻ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് ആദില പറഞ്ഞ എക്സ്പ്ലനേഷനാണ് അതൊരു ക്ലാസിക്, അതായത് ബിഗ് ബോസിൻ്റെ ക്ലാസിക്കായിട്ട് വിലയിരുത്തപ്പെടേണ്ടത്. ലാലേട്ടൻ ഞങ്ങൾ ആരും ഇവിടെ അഭിനയിക്കാൻ വന്നതല്ല. അതായത് നമ്മുടെ വിഷമം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഡൈവേർട്ട് ആവണം, എന്നിട്ട് നമുക്ക് ഗെയിമിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനസ്സിനെ ഈ സങ്കടത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓടിത്തൊട്ട് കളിച്ചതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇവർ ഈ പറയുന്ന സഹോദര തുല്യനായ പിതൃതുല്യനായ ഒരാൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു തരത്തിൽ സംഭവിക്കില്ല കേട്ടോ, വിഷമിക്കേണ്ട. പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ തന്നെ ഓടിത്തൊട്ട് കളിക്കുന്നതായിട്ട് കാണാൻ പറ്റുക? കള്ളനും പോലീസും അല്ലെ സാറ്റ് കളിക്കുന്നതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സങ്കടത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എനിക്കെന്തായാലും അങ്ങനെ സങ്കല്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതാണ് ഇവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. സത്യം പറയട്ടെ, ആ സംഭവമൊക്കെ കേട്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് മറ്റേ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിൽ മാമുഖമായ ഇന്നസെൻറ്റിൻ്റെ മുഖത്ത് നോക്കി ഒരു അടി കൊടുത്തതിന് ശേഷം പറയുന്നൊരു ഡയലോഗുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിടക്കുമ്പോഴല്ല ഡാഷ് വർത്താനം പറയേണ്ടതെന്ന്. എന്തായാലും നെവിൻ അത് തുറന്നു പറഞ്ഞത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഈ 1 hour എപ്പിസോഡ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് കാണില്ലായിരുന്നു. ഇനിയെങ്കിലും നമ്മുടെ ഷാനവാസൊക്കെയുടെ PR ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തോന്നുന്നു. പഴയൊരു ഹിറ്റായിട്ടുള്ള സ്കിറ്റുണ്ട്, അതിനകത്തൊരു സീൻ ഇങ്ങനെയാണ്: ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ നമ്മൾ പിന്നെയും കാണണ്ടേ എന്ന് പറയുന്ന സങ്കടമുണ്ട്, പക്ഷേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത്. ഉള്ളിൽ സങ്കടം ഉണ്ട് എന്ന് പറയുമ്പോഴും പുറത്തും നമുക്ക് ആ സങ്കടം കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഈ ഒരു എൻറ്റയർ എപ്പിസോഡ് എടുത്ത് നോക്കിക്കോളൂ. ആദില, നൂറ, അനുമോൾ വാസ് സോ ഹാപ്പി. അവർ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് അവർക്ക് ശത്രുസ്ഥാനത്ത് കാണുന്ന ആളുകളെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോഴുള്ള വളരെയധികം സന്തോഷം മാത്രമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കിച്ചൺ വിഷയത്തിനെക്കുറിച്ച്, അതായത് ഷാനവാസിൻ്റെ വിഷയത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വരുന്ന സമയത്ത് ലാലേട്ടൻ അവരോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, ലാലേട്ടൻ ഈ എപ്പിസോഡിൽ ഉടനീളം പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതൊക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്തിന് കിച്ചൺ ടീം ഏറ്റെടുത്തു എന്നുള്ളതാണ് ലാലേട്ടൻ്റെ ഈ 3 ക്യാപ്റ്റന്മാരോടുമുള്ള ചോദ്യം. വളരെ ഉത്തരവാദിത്തം നിറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾക്കും ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ വരികയാണ്. നിങ്ങൾ എന്തിനാണ് അത് ഏറ്റെടുക്കാൻ പോയത്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്. ഇവരെന്തിനാണ് ഇതിപ്പോൾ ഏറ്റെടുക്കാൻ പോയത്? അത് ഏറ്റെടുത്തിട്ട് ഇവർക്ക് പുതുതായി എന്തെങ്കിലും ചെയ്യുകയോ എന്തെങ്കിലും സ്ഥാപിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ടിക്കറ്റ് ടു ഫിനാലെ ആ ടാസ്ക് ജയിച്ചതിനുള്ള മറ്റേ എഴുതിയിട്ടുള്ളൊരു ഫലകം നമ്മുടെ നൂറയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റുമായിരുന്നു, പക്ഷെ നിങ്ങൾ കളിച്ചില്ല, അവർ കളിച്ചു, അതുകൊണ്ട് അവർക്കത് കിട്ടിയെന്നുള്ളതാണ്. അതിലെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കളിച്ചില്ല, അവർ കളിച്ചു, അതുകൊണ്ട് അവർക്ക് കിട്ടിയെന്ന്. ഇവരെല്ലാവരും ടാസ്കിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരാരും കളിച്ചില്ല. ഇവർ കൃത്യമായി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദില, നൂറമാരുടെ നമ്മൾ ആ എപ്പിസോഡ് അനാലിസിസിലും അതുപോലെ തന്നെ
ആദില നൂറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അവർ ഗെയിം കളിച്ചു, സ്വാഭാവികമായി അവർക്ക് ഈ സമ്മാനം കിട്ടുകയാണ് ചെയ്തത്. അവർ ഗ്രൂപ്പ് കളിച്ചതുപോലെ, പ്ലാൻ ചെയ്ത് കളിച്ചതുപോലെ ഇവിടെയും ചില പ്ലാനിങ്ങുകളും പരിപാടികളും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫലകം മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുമായിരുന്നു. പിന്നെ നൂറെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. തീർച്ചയായും അവരൊരു ഫിസിക്കൽ ടാസ്കുകൾ ഒത്തിരി ഉണ്ടായിരുന്ന ഈ ഒരു ടിക്കറ്റ് ടു ഫിനാലെ വീക്കിൽ മുഴുവൻ അതിഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. അതിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നൂറ ഈ ഒരാഴ്ച അവരുടെ ടാസ്കുകളിൽ ഇട്ടിട്ടുള്ള എഫേർട്ട് എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. കിച്ചണിലെ മറ്റൊരു വിഷയത്തിനെ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്യുന്നത് കിച്ചൺ ടീമായിട്ട് നിന്നിരുന്ന 3 ക്യാപ്റ്റന്മാർ അവർ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാതെ സ്വന്തമായി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അക്ബർ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. 2 നേരം മാത്രമാണ് ആഹാരം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, അത് അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ദിവസം ഉച്ചയ്ക്ക് നെവിൻ കഴിക്കാതിരുന്ന ഭക്ഷണമാണ് പിന്നീട് രാത്രി കഴിക്കുന്നത്. അത് കൂടെ ഇരുന്നേ ഉള്ളൂ. പിന്നെ നെവിൻ മറ്റേ ബ്രെഡും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചോദ്യം വന്ന സമയത്ത് ലാലേട്ടൻ തന്നെ അതിൻ്റെ ഇടയിൽ പറയുന്നത് എല്ലാവരും എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നൂറ എണീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളതാണ്. നിങ്ങൾ കഴിച്ചില്ലേ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അവർക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ ചെയ്താൽ പോരെ എന്ന്. പക്ഷേ നമ്മൾ ഈ വീക്ക് എപ്പിസോഡുകളൊക്കെ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഈ പറയുന്ന മോഷണ പരിപാടി ആരംഭിക്കുന്നതായിട്ട് കാണുന്നത് നൂറയും അനുമോളും കൂടി ചേർന്നിട്ടാണ്. ആ നൂറയ്ക്ക് അവർ ചെയ്താൽ ഞങ്ങളും ചെയ്യും എന്ന് പറയുന്ന ആ ഒരു ന്യായം പറയാനുള്ളൊരു നോ ഉളുപ്പിൻ നൈജീരിയ എന്ന് പറയുന്നൊരു മാനസികാവസ്ഥ രസമായിരുന്നു. എന്തായാലും ലാലേട്ടൻ അതിന് കൊടുക്കുന്ന മറുപടി, എന്നാൽ പിന്നെ എല്ലാവർക്കും കട്ട് നിന്ന് അങ്ങ് കഴിച്ചാൽ പോരെന്നാണ്. അത് ആക്ച്വലി ലാലേട്ടൻ പറഞ്ഞത് ബിഗ് ബോസിന് വേണമെങ്കിൽ അനുകരിക്കാവുന്നതാണ്. എല്ലാവർക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ സ്റ്റോർ റൂമിൽ പലയിടത്തായി കൊണ്ടുവെക്കൂ. ഓരോ ആളുകളും അവരവർക്ക് വിശക്കുമ്പോൾ കഴിവനുസരിച്ച് വന്ന് കട്ട് തിന്നോട്ടെ. അതാകുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ, നമുക്കും കാണാനൊരു രസമൊക്കെ ഉണ്ടാവും. ഇത് കട്ട് തിന്നുന്നത് നമ്മൾ കാണണം, കട്ടിട്ടില്ലെന്ന് പറയുന്നതും കാണണം, കട്ടു എന്ന് പറയുന്നതും കാണണം. അങ്ങനെ നമ്മൾ ശരിക്കും ഒരു കായംകുളം കൊച്ചുണ്ണി TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മാത്രമല്ല ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ക്യാപ്റ്റൻ എന്ന് പറയുന്നൊരു തസ്തിക ഉണ്ടാവില്ല എന്നാണ് ഈ വീക്കെൻഡ് എപ്പിസോഡും കൂടി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് സത്യത്തിൽ നന്നായിന്നേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ആവുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവുന്ന ആളുകളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് പറയുന്ന പ്ലാനിങ്ങുകളാണെങ്കിലും അസാമാന്യമാം വിധം മൊത്തത്തിൽ പ്രേക്ഷകരെയൊക്കെ വെറുപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാപ്റ്റൻ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഷാനവാസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് എന്നുള്ള അനീഷിൻ്റെ ചോദ്യത്തിന് അത് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ അത് കാണിക്കുമായിരിക്കും. അങ്ങനെ ആ വിശേഷം എന്താണ് എന്നുള്ളത് പറയുമ്പോൾ ക്യാമറ ഫോക്കസിൽ അനീഷിനെ മാത്രം കാണിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ വിഷയത്തിൽ ജെനുവിൻലി തുടക്കം മുതൽ നിന്നിട്ടുള്ള ഒരാൾ, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ അന്വേഷിച്ചിട്ടുള്ള ഒരാൾ അനീഷ് മാത്രമാണ്. ബാക്കിയുള്ളവരുടെ അതിനാടക പ്രകടനങ്ങൾ കാണാനുള്ളൊരു ശേഷി ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് അനീഷിനെ മാത്രം കാണിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. എന്തായാലും അവരുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതിപ്പോൾ എഡിറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ കുറച്ച് നാടകം കുറച്ച് കണ്ടാൽ മതിയല്ലോ. പ്രേക്ഷകരിൽ നിന്ന് ഒരാൾക്ക് ലാലേട്ടനോട് ചോദ്യം ചോദിക്കാം എന്ന് പറയുന്ന ഒരു പരിപാടി, ഒരു സ്പോൺസേർഡ് സെഗ്മെൻ്റ് ഉണ്ട്. അതിൽ ഇന്ന് വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിന് ഫേവറിറ്റിസം ഉണ്ട് എന്ന് ചില കണ്ടസ്റ്റൻസ് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ്. ആ ചില കണ്ടസ്റ്റൻസ് എന്ന് തോന്നുന്നത് നമുക്ക് അനുമോളാണെന്നാണ് മനസ്സിലാവുന്നത്. ബിഗ് ബോസിന് ഫേവറിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അനുമോളാണ് കൂടുതൽ സംസാരിക്കുന്നത്. ലാലേട്ടൻ അതിന് കൊടുക്കുന്ന മറുപടി, ഇവിടെ ഇത്രയും ദിവസങ്ങളായിട്ട് ആളുകൾ നിൽക്കുകയാണ്, ഒരുപാട് ടാസ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്, ചില ടാസ്കുകൾ അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്ന് വരും, ബിഗ് ബോസ് തന്നെ പല കാര്യങ്ങളും ശകാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് അവർക്ക് തോന്നുന്നതാണ്. ഫേവറിറ്റിസം ഇവിടെ കാണിക്കുന്നത് പ്രേക്ഷകരാണ്. നന്നായി ഗെയിം കളിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കൂ എന്നാണ് ലാലേട്ടൻ പറയുന്നത്. ഇത് തന്നെയാണ് നമ്മളാണെങ്കിലും ഔട്ടായി പോകുന്ന നല്ല ഗെയിമേഴ്സ് ഔട്ടായി പോകുന്ന സമയത്ത് അവരാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നല്ല ഗെയിമേഴ്സിനെ, നന്നായി ഗെയിം കളിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കൂ. മറ്റുള്ള ഇമോഷൻ സാധനങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്ന PR ഏജൻസികളും പരിപാടികളും പുറത്തുണ്ട്. അത് കണ്ട് വോട്ട് ചെയ്ത് നിങ്ങൾ ഫേവറിറ്റിസം കാണിക്കില്ലേ എന്ന് തന്നെയാണ് വീണ്ടും ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ബിഗ് ബോസിനെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട്, ഇവരെയൊക്കെ കണ്ടസ്റ്റൻസ് ആയി കണ്ടുകൊണ്ട്, ഇവൻ അതിനകത്ത് നിൽക്കുന്നവർ കളിക്കുകയും പുറത്തുള്ള ആളുകൾ അതിനെ കളിയായി നോക്കിക്കാണുകയും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് ഇനിയും ഒരുപാട് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ കൂടെയാണ് PR-ൻ്റെ പലതരത്തിലുള്ള വെറുപ്പിക്കൽ പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റാണ്, അവിടുന്ന് നേരത്തെ ഔട്ടായി പോയിട്ടുള്ള ആളുകളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചും വളരെ മോശം കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുമെന്നുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെ ചീന്തിയെടുക്കുന്ന ഒരു ഏഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആദില, നൂറ, അനുമോളെ മാത്രം അവിടെ നിർത്തുക. അവർ തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞതുപോലെ ബാക്കിയുള്ളവരെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടുത്തുക എത്രയും പെട്ടെന്ന്. അപ്പോൾ അവർ അത്രയും കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ. നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ സ്ത്രീവിരുദ്ധനാക്കാനുള്ള വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്ത്രീവിരുദ്ധം മാത്രമല്ല, ഹോമോഫോബിക്, LGBTQ വിരുദ്ധരായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളോടൊക്കെ പറയാനുള്ളത്, നമുക്കെന്തായാലും ഈ ഗെയിമിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ന്യായമെന്ന്
തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. ബാക്കി ഈ പറയുന്ന ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണെങ്കിലും സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയാണെങ്കിലും സംസാരിക്കേണ്ട സമയത്തെല്ലാം കൃത്യമായി എണ്ണിപ്പെറുക്കി തന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും നമ്മൾ തുടരുക തന്നെ ചെയ്യും. അത് കുറച്ച് മുമ്പ് ചെയ്തു ഇനി ചെയ്യില്ല എന്നൊന്നുമല്ല. സംസാരിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി സംസാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഗെയിമിനെ കുറിച്ചാണ്. എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലാത്തൊരു ചോദ്യം കുറേ നാൾ മുമ്പ് ചോദിച്ചാലും ഇവരതൊന്നും അങ്ങനെ ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ലാലേട്ടൻ ചോദിച്ച ചോദ്യം ഇതാണ്: ആദിലയെ എന്തുകൊണ്ടാണ് ആരും നോമിനേറ്റ് ചെയ്യാത്തതെന്നാണ്. കാരണം ഈ ആഴ്ച നോമിനേഷൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരേ ഒരാൾ ആദില മാത്രമാണ്. ആദിലയുടെ ആ കൊഞ്ചൽ നമ്മൾ കാണുന്നുണ്ട്, കൊഞ്ചിക്കൊണ്ടുള്ളൊരു ചിരിയൊക്കെ എന്താണെന്നറിയില്ല ലാലേട്ട എന്ന് പറഞ്ഞിട്ട്. അക്ബർ മാത്രമാണ് ആദിലയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദിലയും കൂടി ജനവിധി തേടേണ്ടതായിരുന്നു, നിങ്ങൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് ലാലേട്ടൻ എല്ലാവരോടും കൂടിയായിട്ട് ചോദിക്കുകയാണെന്നാണ് നമുക്കും ആ ചോദ്യം കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. പക്ഷേ വൈകിപ്പോയി, ഇനിയിപ്പോൾ അധികം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും ആദ്യമായിട്ടാണ് ലാലേട്ടൻ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്, എന്താണ് ഇന്നയാളെ ആരും നോമിനേറ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നോക്കാം എന്നേ പറയാനുള്ളൂ. കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്ന അവസാന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നാളത്തെ ദിവസം ലാലേട്ടൻ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നത്, അടുത്ത ആഴ്ചയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഈ വീഡിയോ നമ്മളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഷാനവാസിൻ്റെ ഹെൽത്തിൻ്റെ കാര്യവും അറിയാൻ നമ്മളും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഇപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.